ആ നബി തങ്ങളെ അല്ലാഹു തആല റഹീം എന്ന് ഖുർആനിൽ പേര് വിളിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. എല്ലാവർക്കും റഹ്മത്തായ നബി. ദീനുൽ ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ്. ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ്. ഇസ്ലാം മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല, അതേസമയത്ത് ഭീരുക്കളും ആവുകയില്ല. തീവ്രവാദിയല്ല എന്ന് പറയുമ്പോൾ നാം പിന്നെ ഭീരുക്കളായിട്ട് പേടിച്ച് പൊത്തിലൊളിക്കും എന്ന് ഒന്നും കരുതണ്ട. ആവശ്യമുള്ള സമയത്ത് മുസ്ലിമീങ്ങളുടെ ധൈര്യവും ആവശ്യത്തിന് മാത്രം പ്രകടിപ്പിക്കും. അമിതമായി യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വല്ലതും ചെയ്താൽ അത് ഇസ്ലാമിന് ബാധകവും അല്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ പരിപാവനമായ ഇസ്ലാം, ആ ഇസ്ലാം റഹ്മത്തിൻ്റെ മതമാണ്, റഹ്മത്തിൻ്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഈ ഹദീത്തുർ റഹ്മത്ത് ആദ്യത്തെ ഹദീത്ത് ആയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين. قال رسول الله صلى الله عليه وسلم: الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبالسند المتصل إلى الإمام المتقن الحافظ الحجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل ابن مغيرة الجعفي البخاري رحمة الله عليه ونفعنا به في الدارين آمين. قال: بسم الله الرحمن الرحيم. باب كيف كان بدء الوحي إلى رسول الله صلى الله عليه وسلم وقول الله عز وجل: إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده. وبه
حدثنا الحميدي قال حدثنا سفيان قال حدثنا يحيى بن سعيد الأنصاري قال أخبرني محمد بن إبراهيم التيمي أنه سمع علقمة بن وقاص الليثي أنه سمع علقمة بن وقاص الليثي يقول سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لامرئ ما نوى ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها وهجرته إلى ما هاجر إليه. الله. സഹീഹുൽ ബുഖാരിയാണ് ഇപ്പോൾ തുടങ്ങിയത്. പക്ഷേ സഹീഹുൽ ബുഖാരിയുടെ സനദ് വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ഹദീസ് കേൾപ്പിച്ചു. എല്ലാവരും കേൾക്കേണ്ടുന്ന ഒരു ഹദീസാണ്. ഹദീസുർ റഹ്മത്ത്. എന്ത് പേര്? ഹദീസുർ റഹ്മത്ത്. റഹ്മത്തിൻ്റെ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ട ഹദീസ് അൽ മുസൽസലു ബിൽ അവ്വലിയ്യ. മുസൽസൽ ബിൽ അവ്വലിയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈഖ് അബുൽ ഫൈദ് മുഹമ്മദ് യാസീനുൽ ഫാദാനി മക്കൽ മുക്കറമ റഹ്മത്തുള്ളാഹി അലൈഹി അവരിൽ നിന്ന് ഞാൻ ധാരാളം ഹദീസുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായി കേട്ടത് ഈ ഹദീസാണ്. അദ്ദേഹം അവിടുത്തെ ഉസ്താദന്മാരിൽ നിന്ന് ആദ്യമായി കേട്ടത് ഈ ഹദീസാണ്. ആ ഉസ്താദുമാർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് ആദ്യമായി കേട്ടത് ഈ ഹദീസാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വരെ ഓരോരുത്തരും ആദ്യമായി കേട്ട ഹദീസ് എന്ന നിലക്ക് ഈ ഹദീസിന് എന്ത് പറയും? അൽ മുസൽസലു ബിൽ അവ്വലിയ്യ. ആദ്യം കേൾക്കൽ കൊണ്ട് മുസൽസലായ ഹദീസ്. ഇപ്പം ഞാൻ നിങ്ങളെ ഇത് ആദ്യം കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുസൽസൽ ബിൽ അവ്വലിയ്യ എന്ന ശ്രേഷ്ഠത കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആദ്യമായി അത് കേൾപ്പിച്ചു, പിന്നീട് ബുഖാരിയുടെ ഹദീസ് വായിച്ച് കേൾപ്പിച്ചു. ഈ ഹദീസുർ റഹ്മത്ത് എന്താണ് നിങ്ങൾ ആലോചിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ നൂറ് ഓഹരിയായി പരിഗണിച്ച് അതിൽ നിന്ന്
99 റഹ്മത്തും അള്ളാഹു ആഖിറത്തിലേക്ക് വേണ്ടി നിർത്തിവെച്ചു. ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി, പാപികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല നീക്കി വെച്ചു. ആഖിറത്തിൽ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്. ഹിസാബ് കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്. അവിടെ തന്നെ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് കൊണ്ട് അങ്ങനെ കടക്കുന്നവർ ഉണ്ട്. നരകത്തിൽ കടക്കാൻ അർഹതയുള്ള ആളുകൾ തന്നെ അവരിൽ നിന്ന് ഏറ്റവും പ്രധാനമായ എന്തോ കാര്യം സംഭവിക്കുകയും അതേസമയത്ത് നരകത്തിൽ കടക്കേണ്ടുന്ന ദോഷം ചെയ്യുകയും ആയി. അങ്ങനത്തെ വ്യക്തിക്ക് ആ ദോഷം പുറത്തു കൊടുത്തുകൊണ്ട് അവനെ ഹിസാബെടുക്കാതെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യും. കൂടാതെ നരകത്തിൽ കടന്നു പോയതിൻ്റെ ശേഷം അവരെ പുറത്തു കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ധാരാളം ആളുകൾ ശഫാഅത്ത് ചെയ്യും. മാമിൻകും ബി അശദ്ദ ലില്ലാഹി മുനാശദത്തക്കും ലിഇഖ്വാനിക്കും അല്ലദീന ദഖലൂ ഫിന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങൾക്ക് കാണാം. ആഖിറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തർക്കിച്ചിട്ട് മുഅ്മിനീങ്ങൾ ചോദിക്കും. ചെറിയ 1.5 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി ഉമ്മയോട് എനിക്ക് പാല് വേണം, ബിസ്ക്കറ്റ് വേണം, മിഠായി വേണം എന്നിങ്ങനെ തർക്കിച്ചിട്ട് പറയാറുള്ളത് പോലെ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടീനെ ആരും അടിക്കൂല. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കഴിയുന്ന അത്ര കുട്ടി പറഞ്ഞത് സാധിപ്പിച്ചു കൊടുക്കും. അതുപോലെ അല്ലാഹുവിൻ്റെ മുമ്പിൽ മുഅ്മിനീങ്ങളായ അടിമകൾ വന്ന് ശുപാർശ ചെയ്യും. പടച്ചവനെ, ഞാൻ മജ്‌ലിസിൽ പഠിച്ച സമയത്ത് എനിക്ക് കിതാബ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു കിതാബ് വാങ്ങിത്തന്ന ആളാണ് ഇന്ന വ്യക്തി. അദ്ദേഹത്തെ നീ നരകത്തിൽ നിന്ന് മാപ്പാക്കണം എന്ന് പറയും. വേറൊരു മുതഅല്ലിം വന്നിട്ട് പറയും, ഞാൻ മജ്‌ലിസിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്ന ആളാണ്, മജ്‌ലിസിലേക്ക് ഭക്ഷണത്തിന് സഹായിച്ച ആളാണ്, അയാളെ രക്ഷപ്പെടുത്തണം. വേറെ ഒരാൾ പറയും, മജ്‌ലിസിനെ പറ്റി വെറുതെ ആരോപണം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് തിരുത്തിക്കൊടുത്ത ആളാണ് ഇയാൾ, അയാളെ സ്വർഗത്ത് കടത്തണം. മറ്റൊരാൾ മർക്കത്ത് സഖാഫത്തി സുന്നിയയിൽ പഠിച്ച ആളാണ്, അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് ഇന്ന ആളുകളൊക്കെ ഭക്ഷണം തന്നിട്ടാണ്, അക്കൂട്ടത്തിൽ ഇദ്ദേഹവും പെടും. ഇങ്ങനെ അതാ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സ്നേഹിതന്മാരും അവരുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് തർക്കിച്ച് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു അതെല്ലാം സ്വീകരിച്ച് അവർക്ക് പുറത്തു കൊടുത്ത് അഖ്രിജൂ മൻ അറഫ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെ നരകത്തിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. അങ്ങനെ ആ പറയുന്ന ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ശഫാഅത്ത് ചെയ്യും. നരകത്തിൽ കുറച്ചുകൂടി ആളുണ്ട്, അവർ മുഅ്മിനീങ്ങളാണ്. അല്ലാഹ് മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരൊറ്റ ആളെയെങ്കിലും നരകത്തിലിട്ടുകൊണ്ട് എനിക്കിവിടെ സന്തോഷിക്കാൻ കഴിയില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു തആല തരും, തങ്ങൾ പൊരുത്തപ്പെടും എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആ ആളെയും നീ നരകത്തിൽ നിന്ന് ഒഴിവാക്കി തരണം റബ്ബേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നു, ശഫാഅത്തുൽ മലായികത്തു വൽ അംബിയാഉ വസ്സാലിഹൂൻ വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. എല്ലാവരും മലായികത്തിൻ്റെ ശഫാഅത്ത് കഴിഞ്ഞു. ഉസ്താദുമാരുടെയും സ്നേഹിതന്മാരുടെയും ഉമ്മവാപ്പമാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ ശഫാഅത്തും കഴിഞ്ഞു. ഇനി അങ്ങനെ ആരും ശഫാഅത്ത് ചെയ്യാൻ ആളില്ലാത്ത ചിലർ നരകത്തിലുണ്ട്. അവരെയും തങ്ങളുടെ ഈ ശഫാഅത്ത് കൊണ്ട് ഞാനിതാ നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ആ റഹ്മത്ത് കൊണ്ട് അല്ലാഹു ചെയ്യുന്നതാണ്. അതേസമയം 99 കഴിഞ്ഞ് ഒരു റഹ്മത്ത്, ആ റഹ്മത്തിനെ പിന്നെ 99 ഓഹരി വെച്ചിട്ട് അതിൽ ഒരു ഓഹരി ഇവിടെയുള്ള എല്ലാവർക്കും കൂടി കൊടുത്തു. ബാക്കി 99 ഓഹരിയും റസൂലുള്ളാഹി തങ്ങൾക്കാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ആ റഹ്മത്തിൻ്റെ ഉടമസ്ഥരാണ് അല്ലാഹുവിൻ്റെ ഹബീബ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് റഊഫാണ്, റഹീമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു തആല റഹീമാണ്, ദാത്തിയായ റഹ്മത്ത് കൊണ്ട് റഹീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല കൊടുത്തതായ റഹ്മത്ത് കൊണ്ട് റഹീമാണ്. അങ്ങനെ ആ റഹ്മത്ത് ലോകത്തിന് മുഴുവനും ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ കാരണക്കാരൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ നബി തങ്ങളെ അല്ലാഹു തആല റഹീം എന്ന് ഖുർആനിൽ പേര് വിളിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. എല്ലാവർക്കും റഹ്മത്തായ നബി. ദീനുൽ ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ്. ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ്. ഇസ്ലാം മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല. അതേസമയത്ത് ഭീരുക്കളും ആവുകയില്ല. തീവ്രവാദിയല്ല എന്ന് പറയുമ്പോൾ നാം പിന്നെ ഭീരുക്കളായിട്ട് പേടിച്ച് പൊത്തിൽ വിളിക്കും എന്ന് ഒന്നും കരുതണ്ട. ആവശ്യമുള്ള സമയത്ത് മുസ്ലിമീങ്ങളുടെ ധൈര്യവും ആവശ്യത്തിന് മാത്രം പ്രകടിപ്പിക്കും. അമിതമായി യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വല്ലതും ചെയ്താൽ അത് ഇസ്ലാമിന് ബാധകവും അല്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ പരിപാവനമായ ഇസ്ലാം
ആ ഇസ്ലാം റഹ്മത്തിൻ്റെ മതമാണ്, റഹ്മത്തിൻ്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഈ ഹദീസുർ റഹ്മത്ത് ആദ്യത്തെ ഹദീസ് ആയത്. സഹീഹുൽ ബുഖാരി ഇപ്പോൾ ആരംഭിച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈഫ കാന ബദഉൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ബാബ് നിങ്ങളൊക്കെ കേട്ടു. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും അല്ലാത്തവരൊക്കെ കേട്ടു. ഒന്നാമത്തെ അധ്യായം വഹീൻ്റെ അധ്യായമായ. മറ്റ് പല മുഹദ്ദിസുകളും വേറെ ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തഹാറത്തിൻ്റെ ബാബ് കൊണ്ട് തുടങ്ങിയവരും ഈമാനിൻ്റെ ബാബ് കൊണ്ട് തുടങ്ങിയവരും ഇത്തിബാഉ സുന്നയുടെ ബാബ് തുടങ്ങിയവരും ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇമാം ബഖാരി ആവട്ടെ എല്ലാറ്റിൻ്റെയും അസ്ല് വഹി ആണ്. വഹി ഉണ്ടെങ്കിലേ ഖുർആൻ സ്ഥിരപ്പെടുകയുള്ളൂ. വഹി കൊണ്ടാണ് നബുവത്ത് സ്ഥിരപ്പെട്ടത്, വഹി കൊണ്ടാണ് റിസാലത്ത് സ്ഥിരപ്പെട്ടത്, വഹി കൊണ്ടാണ് നിമിത്തങ്ങളുടെ സ്ഥാനം സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് ആദ്യമായി വഹീൻ്റെ ബാബ് തുടങ്ങി അവസാനം വലദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരുടെയും അമല് തൂക്കി നോക്കാനുള്ള തുലാസ് അള്ളാഹു തആല നിശ്ചയിക്കും എന്ന ആ ആയത്തിൻ്റെ ബാബ് വെച്ചുകൊണ്ട് അവിടുന്ന് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് സഹീഹുൽ ബുഖാരി ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാർ പറഞ്ഞു തരും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ അധ്യായം വഹീൻ്റെ അധ്യായമായ. മറ്റ് പല മുഹദ്ദിസുകളും വേറെ ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തഹാറത്തിൻ്റെ ബാബ് കൊണ്ട് തുടങ്ങിയവരും ഈമാനിൻ്റെ ബാബ് കൊണ്ട് തുടങ്ങിയവരും ഇത്തിബാഉ സുന്നയുടെ ബാബ് തുടങ്ങിയവരും ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇമാം ബഖാരി ആവട്ടെ എല്ലാറ്റിൻ്റെയും അസ്ല് വഹി ആണ്. വഹി ഉണ്ടെങ്കിലേ ഖുർആൻ സ്ഥിരപ്പെടുകയുള്ളൂ. വഹി കൊണ്ടാണ് നബുവത്ത് സ്ഥിരപ്പെട്ടത്, വഹി കൊണ്ടാണ് റിസാലത്ത് സ്ഥിരപ്പെട്ടത്, വഹി കൊണ്ടാണ് നിമിത്തങ്ങളുടെ സ്ഥാനം സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് ആദ്യമായി വഹീൻ്റെ ബാബ് തുടങ്ങി അവസാനം വലദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരുടെയും അമല് തൂക്കി നോക്കാനുള്ള തുലാസ് അള്ളാഹു തആല നിശ്ചയിക്കും എന്ന ആ ആയത്തിൻ്റെ ബാബ് വെച്ചുകൊണ്ട് അവിടുന്ന് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് സഹീഹുൽ ബുഖാരി ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാർ പറഞ്ഞു തരും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.